കഴിഞ്ഞ 3 ദിവസമായി അമേരിക്കൻ മാർക്കറ്റിൽ നടക്കുന്ന സെൽ ഓഫ് വരും ദിവസങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്തേക്കും. കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഇൻഡെക്സുകളെല്ലാം നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഡോ ജോൺസ് 1.24%, S&P 1.4%, നാസ്ഡാക്ക് 1.6%മാണ് ഇടിഞ്ഞത്. അമേരിക്കൻ മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റും വീക്ക് ആകുന്നത് മൂലം നാളത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് വേണം നമ്മൾ തയ്യാറെടുക്കാൻ. പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണ് മാർക്കറ്റിനെ അസ്ഥിരമാക്കുന്ന ഒരു പ്രധാന ഘടകം. ഏപ്രിൽ 1-ാം തീയതി ഡമാസ്കസിലുള്ള ഇറാനിയൻ കോൺസുലേറ്റിന് മുകളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുകയും ഒരു സീനിയർ ജനറൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയുള്ള റിട്ടാലിയേറ്റ് ആക്ഷൻ എന്ന നിലയിൽ ഇന്നലെ ഇറാൻ ഇസ്രായേലിൽ ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും നടത്തി. ഇതിനെ ഇസ്രായേൽ മിലിറ്ററി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഈ ന്യൂസിന് മുകളിലുള്ള ഇമ്മീഡിയറ്റ് മാർക്കറ്റ് ആക്ഷൻ എന്ന നിലയിൽ ബിറ്റ് കോയിനിൻ്റെ വില 5% ഇടിയുകയും അമേരിക്കയുടെ വോളറ്റിലിറ്റി ഫാക്ടറിൽ അല്ലെങ്കിൽ വോളറ്റിലിറ്റി ഇൻഡെക്സിൽ ഒരു സഡൻ സ്പൈക്ക് വരികയും ചെയ്തു. US പ്രസിഡന്റായ ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള പലരും ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യതകളെക്കുറിച്ച് പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാവുകയാണെങ്കിൽ അത് ഇന്ത്യയെ ക്രൂഡിൻ്റെ വില ഉയരും എന്ന രീതിയിലായിരിക്കും ബാധിക്കുക. ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഇവിടെ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന സംഘർഷം ബ്രന്റ് ക്രൂഡിൻ്റെ വില വർദ്ധിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന ഫാക്ടറായി പ്രവർത്തിക്കും. കഴിഞ്ഞ ദിവസം വാർത്ത വന്നതിന് ശേഷം ബ്രന്റ് ക്രൂഡിൻ്റെ വില 2.7% വർദ്ധിച്ച് $92 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തി. കൂടാതെ ഒപെക് രാജ്യങ്ങൾ 2.2 മില്യൺ പെർ ബാരൽ എന്ന റേറ്റിൽ പ്രൊഡക്ഷൻ കട്ട് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡിൻ്റെ വില വർദ്ധിക്കുന്നത് ഇന്ത്യ പോലെ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു എക്കോണമിയെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. മുമ്പ് റഷ്യ ഉക്രൈൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ടായ സമയത്ത് ഫോം ചെയ്ത സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻസ് ഇന്ത്യൻ മാർക്കറ്റിലെ ചില സെക്ടറുകളെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. അതുപോലെ തന്നെ വീണ്ടും സപ്ലൈ ചെയിൻ ഇഷ്യൂസ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻസ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും സൂയസ് കനാൽ വഴിയുള്ള ചരക്ക് നീക്കത്തെ ഇറാൻ എതിർക്കുമ്പോൾ. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിലും വരുന്ന ദിവസങ്ങളിലും മാർക്കറ്റിൽ ഉയർന്ന വോളറ്റൈലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. മാർക്കറ്റ് വോളറ്റൈൽ ആകുന്നതിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം കോമഡിറ്റികളുടെ വിലയിലുണ്ടായിരിക്കുന്ന വർധനവാണ്. ഇവിടെ ട്രഷറി ഈൽഡ് വർദ്ധിക്കുന്നതും കോമഡിറ്റികളുടെ വില വർദ്ധിക്കുന്നതും മൂലം ഇൻഫ്ലേഷൻ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇൻഫ്ലേഷൻ ഉയരുകയാണെങ്കിൽ ഫെഡ് ഇതുവരെ ഇൻഫ്ലേഷൻ നിയന്ത്രിക്കാൻ ഏർപ്പെടുത്തിയിരുന്ന ചില മെഷറുകൾ ഫലവത്താവാത്തതുകൊണ്ട് ഉടൻ തന്നെ സംഭവിക്കുമെന്ന് നമ്മൾ കരുതിയിരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൽ നിന്നും ഫെഡ് പിന്നോക്കം പോകാനും അത് മാർക്കറ്റിനെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാവുകയാണെങ്കിൽ ക്രൂഡിൻ്റെ വില $100 പെർ ബാരൽ എന്ന ലെവലിന് മുകളിലേക്ക് എത്തിയേക്കാമെന്നും അനലിസ്റ്റുകൾ പറയുന്നു. ഇതും ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം എന്ന നിലയിൽ ഇന്ത്യയെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ ദിവസം 22,600 താഴെയാണ് മാർക്കറ്റ് ക്ലോസിംഗ് നൽകിയത്. 22,300 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായി പ്രവർത്തിക്കും. 22,300 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ 22,000 എന്ന ലെവലിലേക്ക് നിഫ്റ്റി എത്താനുള്ള സാധ്യത കൂടുതലാണ്. 22,000 എന്ന ലെവൽ വീക്ക്ലി ടൈം ഫ്രെയിമിൻ്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് കൂടിയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിലും ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. ഈ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകൾ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചതുകൊണ്ട് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളെയും നമുക്ക് ശ്രദ്ധിക്കാം. 48,400 ഒരു ക്രൂഷ്യൽ സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും പിൻവലിക്കുന്ന മറ്റൊരു പ്രധാന അപ്ഡേറ്റാണ് ഇന്ത്യ മൗറീഷ്യസ് ടാക്സ് ട്രീറ്റിയിൽ ഉണ്ടായിരിക്കുന്ന ചില അമെൻമെൻറ്റ്. പുതിയ അമെൻമെൻറ്റ് പ്രകാരം മൗറീഷ്യസിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ സ്ക്രൂട്ടിനിറ്റിക്ക് വിധേയമാകാൻ സാധ്യതയുണ്ട്. ഇതും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യൻ മാർക്കറ്റിനെ താൽക്കാലികമായി ഒഴിവാക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിച്ചേക്കാം. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മിക്സഡ് ആക്ഷൻ പ്രതീക്ഷിക്കാൻ അല്ലെങ്കിൽ മിക്സഡ് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കിനെ പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് വരുൺ ബിവറേജ് ലിമിറ്റഡ്. വരുൺ ബിവറേജ് ലിമിറ്റഡിൽ ഒരു പോസിറ്റീവ് ന്യൂസും ഒരു നെഗറ്റീവ് ന്യൂസുമുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ വരുൺ ബിവറേജ് ലിമിറ്റഡ് 2.3% ഇടിഞ്ഞ് 1,389 ക്ലോസിംഗ് നൽകി. 1.80 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 87.8, ഡിവിഡൻഡ് യിൽഡ് 0.19%. ആദ്യം തന്നെ വരുൺ ബിവറേജുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് അപ്ഡേറ്റിലേക്ക് കടക്കാം. വരുൺ ബിവറേജ് അതിൻ്റെ സോഫ്റ്റ് ഡ്രിങ്ക് ആൻഡ് എനർജി ഡ്രിങ്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചു. ഗോരഖ്പൂരിലുള്ള പുതിയ മാനുഫാക്ചറിംഗ് പ്ലാന്റിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. വരുൺ ബിവറേജ് ലിമിറ്റഡ് ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റ് വഴി ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ 1,100 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നു.
ഏകദേശം 16,000 കോടി രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പെപ്സിക്കോയുടെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസി കമ്പനിയാണ് വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന കമ്പനി. കമ്പനിയുടെ 90% റവന്യൂവും ഇന്ത്യയിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ കമ്പനിക്ക് പ്രസൻസ് ഉണ്ട്. ഇതുകൂടാതെ ആഫ്രിക്ക, മൊറോക്കോ, സിംബാബ്വെ തുടങ്ങിയ രാജ്യങ്ങളിലും കമ്പനിക്ക് പ്രസൻസ് ഉണ്ട്. ഇനി വരുൺ ബിവറേജ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റ്, ബോൺവീറ്റ ഉൾപ്പെടെയുള്ള മാൾട്ട് ബേസ്ഡ് ഡ്രിങ്കുകളെ അല്ലെങ്കിൽ ബോൺവീറ്റ ഉൾപ്പെടെയുള്ള ഡ്രിങ്കുകളെ ഹെൽത്തി ഡ്രിങ്ക് കാറ്റഗറിയിൽ നിന്നും ഒഴിവാക്കാൻ കൊമേഴ്സ് വെബ്സൈറ്റുകളോട് ഗവൺമെൻറ് ആവശ്യപ്പെട്ടതാണ് വരുൺ ബിവറേജിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ്. ഇവിടെ ഡയറി ബേസ്ഡും അതുപോലെ തന്നെ മാൾട്ട് ബേസ്ഡുമായിട്ടുള്ള കാർബണേറ്റഡോ അല്ലെങ്കിൽ നോൺ കാർബണേറ്റഡ് പ്രൊഡക്റ്റുകളെ എനർജി ഡ്രിങ്ക് അല്ലെങ്കിൽ ഹെൽത്ത് ഡ്രിങ്ക് എന്ന കാറ്റഗറിയിലായിരുന്നു ഇതുവരെ വിറ്റഴിച്ചിരുന്നത്. ഇത് കൺസ്യൂമേഴ്സിനിടയിൽ ഒരു തെറ്റിദ്ധാരണയ്ക്ക് കാരണമായേക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ പ്രൊഡക്റ്റുകളെ ഹെൽത്ത് ഡ്രിങ്ക് കാറ്റഗറിയിൽ നിന്നും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഹെൽത്ത് ഡ്രിങ്ക് സ്റ്റോക്കുകളെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റാണ്. ഈ ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും പെപ്സിക്കോ, കൊക്കക്കോള തുടങ്ങിയ കമ്പനികൾ റെഡ് ബുൾ, മോൺസ്റ്റർ, ചാർജ്, സ്റ്റിംഗ് എന്ന പേരിൽ പല എനർജി ഡ്രിങ്കുകളും ഇന്ത്യൻ മാർക്കറ്റിൽ അവതരിപ്പിക്കുമ്പോൾ, ഇതുകൂടാതെ ഈ എനർജി ഡ്രിങ്കുകൾ എക്സസീവായി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് പൊട്ടൻഷ്യൽ ഹെൽത്ത് ഇമ്പാക്റ്റിന് കാരണമായേക്കും എന്നും ഗവൺമെൻറ് പറയുന്നുണ്ട്. ഇതെല്ലാം ഹെൽത്ത് ഡ്രിങ്ക് സെക്ടറിലെ കമ്പനികളെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റാണ്. കഴിഞ്ഞ വർഷവും ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരുന്നു. അന്ന് WHO അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞത് സ്വീറ്റൻഡ്, കാർബണേറ്റഡ് ആൻഡ് നോൺ കാർബണേറ്റഡ് ഡ്രിങ്കുകൾക്ക് മുകളിലുള്ള ടാക്സ് എല്ലാ രാജ്യങ്ങളിലെയും ഗവൺമെൻറ് ഉയർത്തണമെന്നും അതുവഴി കാർബണേറ്റഡ്, നോൺ കാർബണേറ്റഡ് ഡ്രിങ്കുകളുടെ ഡിമാൻഡ് കുറയ്ക്കണമെന്നുമാണ്. കാരണം കാർബണേറ്റഡ് ആൻഡ് നോൺ കാർബണേറ്റഡ് ഡ്രിങ്കുകൾ കുട്ടികൾക്കിടയിൽ പ്രീമച്വർ ഡെത്തിനും മുതിർന്നവർക്കിടയിൽ ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക്, ക്യാൻസർ, ടൈപ്പ് 2 ഡയബറ്റീസ് എന്നിവയ്ക്കും കാരണമാകുന്നുണ്ട്. ഓവറോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സെക്ടറിനെതിരെ ചില റെഗുലേറ്ററി നോംസ് വരാൻ സാധ്യതയുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് വരുൺ ബിവറേജ് എന്ന സ്റ്റോക്കിനെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. വരുൺ ബിവറേജ് എന്ന സ്റ്റോക്ക് 1385 ട്രേഡ് ചെയ്യുന്നു. 1300 പ്രധാന സപ്പോർട്ടാണ്. 1280, 1200 തുടങ്ങിയ റേഞ്ചുകളിലേക്ക് എത്തുകയാണെങ്കിൽ സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. കാരണം റെഗുലേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് മുമ്പ് മാഗി എന്ന പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ നെസ്ലെ എന്ന കമ്പനിയിൽ വന്നിരുന്നു. അന്ന് നെസ്ലയുടെ സ്റ്റോക്ക് കറക്റ്റ് ആവുകയും പിന്നീട് ഓവർ ടൈം ബീയിങ്ങിൽ കമ്പനി ഈ പ്രോബ്ലങ്ങളെല്ലാം മറികടക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വരുൺ ബിവറേജ് എന്ന സ്റ്റോക്കിലും താൽക്കാലികമായ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്ക് എന്ന നിലയിൽ ഈ സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്